തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി കടന്നുപോയി. യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തെ അനുസ്മരിക്കുന്ന സന്തോഷ സുദിനമായിട്ടാണ് ഡിസംബർ 25 ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യാമറിയാമിന്റെ മകനായി യഹൂദ്യയിലെ ബേത്ലഹേമിലുള്ള ഒരു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ യേശു ജാതനായി. ഈ സദ്വാർത്ത ലോകത്തെ അറിയിക്കുന്നത് 2 വിധത്തിലാണ്. ഒന്നാമതായി ഈ ജനന വിവരം അറിയിക്കുന്നത് ബേത്ലഹേം മലഞ്ചെരുവുകളിൽ ആടുകൾക്ക് കാവലിരിക്കുന്ന ആട്ടിടയന്മാരോടാണ്. ദൈവത്തിന്റെ പ്രത്യേക ദൂതനായ ഗബ്രിയേൽ മാലാഖയാണ് ഈ സന്തോഷ വാർത്ത ആട്ടിടയന്മാരെ അറിയിച്ചത്. ദൈവദൂതന്റെ തേജസ് കണ്ട് ആട്ടിടയർ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് സ്വർഗീയ സൈന്യത്തോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആട്ടിടയന്മാർ മാലാഖ പറഞ്ഞതുപോലെ ബേത്ലഹേമിൽ ചെന്നു ദിവ്യമായ ശിശുവിനെ കണ്ട് നമസ്കരിച്ചു. അവർ തിരിച്ചു പോകുമ്പോൾ ഈ വാർത്ത കണ്ടവരോട് എല്ലാവരോടും പറഞ്ഞു. രണ്ടാമതായി യേശു ജനിച്ച വിവരം കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരാണ് ഹേരോദ രാജാവിനെ അറിയിക്കുന്നത്. യേശു ജനിച്ച വിവരം കിഴക്കുള്ള വിദ്വാൻമാർ അറിഞ്ഞത് വാനിൽ ഉദിച്ച നക്ഷത്രം കണ്ടാണ്. നക്ഷത്രം കണ്ട വിദ്വാൻമാർ കിഴക്ക് നിന്ന് യെരുശലേമിൽ ഹേരോദ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. അവർ രാജാവിനോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തു ജനിച്ച വിവരം ഹേരോദ രാജാവിനെ അറിയിക്കുവാൻ കാരണം യഹൂദന്മാരുടെ രാജാവായി പിറന്ന രാജാതിരാജന്റെ ജനന വാർത്ത രാജാവ് തന്നെ ലോകത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ്. ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ഹേരോദ രാജാവ് ഉടനെ തന്നെ ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം വിളിച്ചു വരുത്തി വിവരമറിയിച്ചു. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്നവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വാഗ്ദാവായിട്ടാണ് യേശു ജാതനായത്. ഹേരോദാവ് വിദ്വാൻമാരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടി കണ്ടു. വീണ് നമസ്കരിച്ച് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് യേശുവിന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. കള്ളത്തരവും കാപട്യവും പിടിച്ചുപറിയും കൊള്ളയും കൊലപാതകവും മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വഴികൾ വെറുത്തുപേക്ഷിച്ച് യേശുനാഥൻ ലോകത്തിന് സംഭാവന ചെയ്ത സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ഔദാര്യത്തിന്റെയും എളിമയുടെയും വഴിയിലൂടെ യാത്ര ചെയ്ത് വിനയത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും പ്രകാശകിരണങ്ങൾ പരത്തുന്ന നക്ഷത്രങ്ങളായി ഈ ക്രിസ്തുമസിനെ തുടർന്ന് എന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അതിനുള്ള ശക്തിയും കൃപയും മനസ്സുരുക്കവും ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.